ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്. ഇതൊരു 4 ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് കാബേജ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു മുട്ട ബോയിൽ ചെയ്തതാണ്, അതും ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, അത് നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്. ഇതുപോലത്തെ സ്പ്രിംഗ് റോളിനകത്താണ് റോൾ ചെയ്തെടുക്കുന്നത്. അതിനു വേണ്ടി സ്പ്രിംഗ് റോളിൻ്റെ ഇതുപോലത്തെ ഷീറ്റ് വേണം. സീൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് മൈദ മാവ് ഇതുപോലെ തിക്കായിട്ട് ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ആദ്യം അരിഞ്ഞു വെച്ചിട്ടുള്ള കാബേജ്, മുട്ട, പച്ചമുളക് എന്നിവയുടെ കൂടെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് കുറേശ്ശെയായിട്ട് സ്പ്രിംഗ് റോൾ ഷീറ്റിൽ ഇറക്കാം. ആദ്യം നമുക്ക് ഇതുപോലത്തെ ഒരു ഷീറ്റ് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇതിൽ കുറച്ച് ഫില്ലിങ് നിറയ്ക്കാം. ഇതിനെ നമുക്ക് ആദ്യം ഫസ്റ്റ് ഇങ്ങനെ ആക്കി, എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യണം. അതിനുശേഷം ഇതിനിങ്ങനെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കുക. ഈ ഭാഗത്തുനിന്നും അതുപോലെ ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗം ഒന്ന് ഇതിന് മൈദമാവ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീണ്ടും ഇതുപോലെ റോൾ ചെയ്യാം. ഇപ്പം നമ്മുടെ സ്പ്രിംഗ് റോള് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാത്തിനെയും ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഒരു ഷീറ്റ് എടുക്കുക. എന്നിട്ട് അതിൽ ഇത്തിരി ഫില്ലിങ് വെക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കുക. ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. ഈ ഭാഗത്തുനിന്ന് അതുപോലെ ഒന്ന് മടക്കുക. അതിനുശേഷം ഇതിൻ്റെ അറ്റം ഇത്തിരി മൈദമാവ് കൊണ്ടൊന്ന് സീൽ ചെയ്യുക. എന്നിട്ട് വീണ്ടും റോൾ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ സ്പ്രിംഗ് റോളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. നമുക്ക് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. അതിനുവേണ്ടി ഞാനൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഒരു ഭാഗം ഫ്രൈ ആയാലും നമുക്കിതിനെ ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓയിലിൽ നിന്നും മാറ്റാം. നമ്മുടെ സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.